എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂരിൽ വീണ്ടും ചർച്ചയാകുന്നത് കെ കുഞ്ഞാലി ആര്യാടൻ മുഹമ്മദ് മത്സരമാണ്. അതോടെ പെട്ടെന്ന് സീനിൽ നിന്ന് ഇല്ലാതായത് PV അൻവറാണ്. ഇതുവരെ അൻവറിനാൽ സൃഷ്ടിക്കപ്പെട്ട് അൻവറിനാൽ നയിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നായിരുന്നു പ്രതീതി. എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടെ ആ മത്സരം കെ കുഞ്ഞാലി ആര്യാടൻ പോരാട്ടത്തെ ഓർമ്മിപ്പിച്ചു. കെ കുഞ്ഞാലി 1965-ൽ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിക്കുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാത്രമായിരുന്നു. എം സ്വരാജ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും. കഥ അവിടെ തീർന്നില്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റ് ആയിരുന്ന ആര്യാടൻ മുഹമ്മദിനെയാണ് കെ കുഞ്ഞാലി തോൽപ്പിച്ചത്. വേറെയുമുണ്ട് പ്രത്യേകത. ഒരു ദിവസം പോലും പ്രചാരണത്തിനിറങ്ങാതെയാണ് കെ കുഞ്ഞാലി ജയിച്ചത്. അന്ന് കുഞ്ഞാലി കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. നിലമ്പൂർ ആരുടെ സ്വരാജ്യം? 1965-ൽ കെ കുഞ്ഞാലി ജയിലിൽ കിടന്നു ജയിക്കാൻ 3-4 സാഹചര്യങ്ങളുണ്ടായി. ഒന്നാമത്തേത് നിലമ്പൂർ കോവിലകത്തിന്റെ 200 ഏക്കർ പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്ത സമരമായിരുന്നു. ആ സമരവും ഭൂവിതരണവും നയിച്ചത് കെ കുഞ്ഞാലിയായിരുന്നു. സാധാരണക്കാരുടെ വോട്ട് കുഞ്ഞാലിക്കല്ലാതെ മറ്റാർക്കും വീഴുകയില്ലായിരുന്നു. രണ്ടാമത്തെ കാരണം, അന്ന് അവിടെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പ്രത്യേകം സ്ഥാനാർത്ഥിമാരായിരുന്നു. ലീഗിനെ കോൺഗ്രസ് അടുപ്പിക്കാതെ നടന്ന കാലമായിരുന്നു. ശരിക്കും ത്രികോണമല്ല, ചതുഷ്കോണ മത്സരമാണ് നടന്നത്. കുഞ്ഞാലിയെ തോൽപ്പിക്കാൻ മാത്രമായി നിലമ്പൂർ കോവിലകം പ്രതിനിധി മത്സരിച്ച തെരഞ്ഞെടുപ്പാണത്. ശ്രീവല്ലഭൻ തിരുമുൽപ്പാട് എന്നായിരുന്നു ആ 4ാമത്തെ സ്ഥാനാർത്ഥി. ജയിലിൽ കിടന്ന് മത്സരിച്ച കെ കുഞ്ഞാലിക്ക് കിട്ടിയത് 17,914 വോട്ട്. ആര്യാടൻ മുഹമ്മദിന് 10,753, ഭൂരിപക്ഷം 7,163. ആ ഭൂരിപക്ഷത്തിലും കൂടിയ വോട്ടാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഹമീദ് അലി ഷംനാദ് പിടിച്ചത്. 8,868 വോട്ട്. കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ 1,885 വോട്ട് മാത്രമാണ് മുസ്ലിം ലീഗിന് കുറവുണ്ടായിരുന്നത്. ശ്രീവല്ലഭൻ തിരുമുൽപ്പാടിന് 4,320 വോട്ടും ലഭിച്ചു. BJP ഉദയം കൊള്ളുന്നതിന് വർഷങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അന്നുണ്ടായിരുന്ന ജനസംഘമൊന്നും നിലമ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പത്രിക കൊടുക്കാറും ഉണ്ടായിരുന്നില്ല. 1982 മുതലാണ് BJP മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 1965-ൽ തിരുമുൽപ്പാട് നേടിയ 4,320 വോട്ടിൽ കൂടുതൽ BJPക്ക് കിട്ടാൻ പക്ഷേ 2011 ആകേണ്ടി വന്നു. KC വേലായുധൻ നേടിയ 4,423 വോട്ട്. അത്രയേറെ LDF UDF രാഷ്ട്രീയ ദ്വന്ദ്വം ശക്തമായ മണ്ണാണ് നിലമ്പൂർ. 1980-ൽ കോൺഗ്രസ് ഐക്ക് വേണ്ടി TK ഹംസ മത്സരിച്ച തെരഞ്ഞെടുപ്പുണ്ട്. കെ കരുണാകരനൊപ്പം നിന്ന കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ഹംസ. അന്ന് കോൺഗ്രസ് യുണൈറ്റഡിന്റെ സ്ഥാനാർത്ഥി CH ഹരിദാസ് ആയിരുന്നു. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന യു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് തോറ്റ TK ഹംസയാണ് 1982-ൽ CPIM സ്വതന്ത്രനായി ജയിച്ചത്. കുഞ്ഞാലിക്കെതിരായ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ആര്യാടൻ എന്നതുപോലെ TK ഹംസയും അന്ന് DCC പ്രസിഡന്റ് ആയിരുന്നു. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വന്ന് മത്സരിച്ചത് CPIM സ്വതന്ത്രനായിട്ടാണ് എന്ന് മാത്രം. നിലമ്പൂരിൽ ഇതിനു മുമ്പ് CPIM സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല എന്ന് ഇതിനർത്ഥമില്ല. P ശ്രീരാമകൃഷ്ണനും കെ കുഞ്ഞാലിയും മാത്രമല്ല ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ളത്. 1970-ൽ PV കുഞ്ഞിക്കണ്ണനും 1977-ൽ K സൈതാലിക്കുട്ടിയും CPIM ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. 1987-ൽ ദേവദാസ് പൊറ്റക്കാടും CPIM ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. പിന്നീട് സ്വതന്ത്ര പരീക്ഷണങ്ങളായിരുന്നു കൂടുതലും. K അബ്ദുറഹ്മാനും P അൻവർ മാസ്റ്ററും M തോമസ് മാത്യുവും ഒക്കെയായിരുന്നു LDFനായി മത്സരിച്ചത്. ശേഷം PV അൻവറിന്റെ ഊഴവും. PV അൻവർ 2016-ൽ ഇതേ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദീർഘകാലം പിതാവ് ജയിച്ച ശേഷം അതേ മണ്ഡലത്തിൽ പുത്രൻ മത്സരിക്കുന്നതിന്റെ എതിർപ്പായിരുന്നു അത്. SFI DYFI സംസ്ഥാന സെക്രട്ടറി, തൃപ്പൂണിത്തുറ MLA തുടങ്ങിയ ചുമതലകളും പദവികളും ഉണ്ടായിരുന്ന കാലത്തേക്കാൾ എം സ്വരാജ് ശ്രദ്ധിക്കപ്പെട്ടത് 2-3 വിഷയങ്ങളിലൂടെയാണ്. ആദ്യത്തേത് മലബാർ കലാപത്തെ തുടർന്ന് ഉയർന്നു വന്ന ചർച്ചയാണ്. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമല്ല എന്ന് ചരിത്ര കൗൺസിൽ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ സാംസ്കാരിക ചർച്ച നയിച്ചവരിൽ ഒരാളായിരുന്നു എം സ്വരാജ്. ആ സമരത്തിന്റെ നേതാക്കളിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവരുടെ പങ്കാളിത്തം വിവരിച്ച് സ്വരാജ് നയിച്ച ചർച്ചകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. രണ്ടാമത്തേത് ബാബറി മസ്ജിദിലെ കോടതി വിധിയിൽ നടത്തിയ പരാമർശം. നിഷ്കളങ്കരെ
മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന ആ ചോദ്യം ഉണ്ടാക്കിയ അല ഇപ്പോഴുമുണ്ട്. മൂന്നാമത്തേത് പലസ്തീന് വേണ്ടി സമീപകാലത്ത് നയിച്ച ചർച്ചകളാണ്. എല്ലാ വിഷയത്തിലും പാർട്ടി ലൈനിൽ സംസാരിക്കുന്ന എം സ്വരാജ് ഈ 3 വിഷയങ്ങളിൽ മറ്റൊരു കീഴ്വഴക്കത്തിനും തുടക്കമിട്ടു. പാർട്ടി ലൈൻ തന്നെ ഏറ്റവും തെളിച്ചത്തോടെ വരച്ചിട്ടത് കുറിക്കുകൊള്ളുന്ന ആ വാക്കുകളായിരുന്നു. ആ പ്രയോഗങ്ങളാണ് പിന്നീട് CPIM നേതാക്കൾ മറ്റു വേദികളിൽ ആവർത്തിച്ചത്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്തത് 2012 നെയ്യാറ്റിൻകരയിലാണ്. കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ഉപതെരഞ്ഞെടുപ്പാണ് അന്ന് നടന്നത്. CPIM MLA ആയിരുന്ന R സെൽവരാജ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്. വെറും 2 സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കൂറുമാറ്റത്തിലൂടെ ആളെ കൂട്ടാൻ നടത്തിയ ഉപതെരഞ്ഞെടുപ്പായിരുന്നു അത്. അവിടെ ഉമ്മൻചാണ്ടിയുടെ അപാരമായ ആത്മവിശ്വാസം ജയിച്ചു. K സെൽവരാജ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയം ആ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. BJP തീർത്തും അപ്രസക്തമായി അതുവരെ കരുതിയിരുന്ന മണ്ഡലത്തിൽ O രാജഗോപാലിനെ മത്സരിപ്പിച്ച് ത്രികോണ മത്സരവുമാക്കി. അതിനുശേഷവും മുമ്പും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഏകപക്ഷീയമായ മത്സരങ്ങളായിരുന്നു. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിനേക്കാൾ ശക്തമായ രാഷ്ട്രീയമാണ് ഇത്തവണ നിലമ്പൂർ പറയുക. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെല്ലാം 2 ദിവസം മുമ്പ് തന്നെ നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ മത്സരിപ്പിച്ച് CPIM-ഉം രാഷ്ട്രീയം പ്രഖ്യാപിച്ചു. ഇനി ശരിക്കും അറിയാം നിലമ്പൂർ ആരുടെ സ്വരാജ്യമാണെന്ന്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ ഇതേ സമയം. നമസ്കാരം.